വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ് ഗൈസ്. ബോച്ചെ 2-3 ദിവസമായിട്ട് ഇവിടെ വളരെ വലിയ രീതിയിൽ അരി വിതരണം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ബോച്ചയ്ക്ക് അരി വിതരണത്തിന് പ്രേരണയായ ഹണി റോസിന് 1000 നന്ദി. ബോച്ചെ അരി കൊടുത്ത് ക്ഷീണിതനായപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വറും അരി വിതരണത്തിന് സഹായിയായിട്ട് വന്നിട്ടുണ്ട്. രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ അരി വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരി വാങ്ങാനായിട്ട് വൻ ജനത്തിരക്കാണ്. അപ്പോൾ അരി ഓൾമോസ്റ്റ് തീരാറായി. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുഴപ്പമില്ല, ഞാൻ ക്യൂ നിന്ന് അങ്ങ് എത്തുമ്പോഴത്തേക്കും അരി തീരില്ല എന്ന് വിശ്വസിക്കുന്നു. അരി തീർന്നില്ലെങ്കിൽ കുറച്ച് അരിയും വാങ്ങി വീട്ടിൽ പോകാം എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് വിഷയം എന്താണ് എന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ബോച്ചെ ഹണി റോസിനെ കുന്തി ദേവി എന്ന് അഭിസംബോധന ചെയ്തു, പിന്തുടർന്ന് അപമാനിക്കാനും മറ്റുമായിട്ട് ശ്രമിച്ചു എന്നൊക്കെയുള്ള ഹണി റോസിന്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ബോച്ചെ വളരെ സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ച് മാസ് കാണിച്ച് പോലീസ് ജീപ്പിലൊക്കെ കയറി പോകുന്നത്. പിന്നീട് കോടതിയിൽ ചെന്ന് 14 ദിവസത്തേക്ക് റിമാൻഡായെന്ന് അറിഞ്ഞപ്പോൾ തളർന്നു കുത്തി കോടതിയിൽ ഇരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബോച്ചെ ഒരു മൂലയ്ക്കായപ്പോഴാണ് രാഹുൽ ഈശ്വർ അതിശക്തമായിട്ട് കത്തി പടർന്ന് കയറി പോകുന്നത്. രാഹുൽ ഈശ്വറും പിന്നെ ആരാണ്, ഫറാഷിബിലെ പുള്ളി ഫറാഷിബില എന്തോ പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞാണ്. ഫറാഷിബില ഒരു സ്ത്രീയാണ്, സ്ത്രീയും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. നമുക്ക് ആ പോസ്റ്റിലേക്കൊക്കെ വരാം. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. കാണാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉപകാരപ്പെടട്ടെ. പിന്നെ ബോബി ചെമ്മണ്ണുവിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ നമുക്കറിയാം. പ്രായഭേദമന്യേ അവരിട്ടിരിക്കുന്ന വസ്ത്രഭേദമന്യേ കണ്ണി കാണുന്നവരോടെല്ലാം ഡബിൾ മീനിങ് ജോക്കുകൾ പറഞ്ഞ് കത്തിക്കേറി വന്നൊരു പുള്ളിയാണ്. മീ പേഴ്സണലി പറയുകയാണെങ്കിൽ പുള്ളിയുടെ പല വീഡിയോ ക്ലിപ്പുകളും കണ്ട് ചിരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അത്യാവശ്യം ഡാർക്ക് മീംസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പോലും അറപ്പ് തോന്നിക്കുന്ന രീതിയിൽ ബോച്ചെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡബിൾ മീനിങ് സാധനങ്ങൾ. ഒരു പൊതുസ്ഥലത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അൺകംഫർട്ടബിൾ ആകും എന്ന് പോലും ചിന്തിക്കാതെ, അവരുടെ പ്രായം പോലും നോക്കാതെ, പ്രായം കൂടിയവരോ കുറഞ്ഞവരോ കൊച്ചു പിള്ളേരോ എന്ന് പോലും നോക്കാതെ പുള്ളിക്കാരൻ ഒരുപാട് പ്രസ്താവനകൾ നടത്താറുണ്ട്. പുള്ളി പണക്കാരനാണ്, തനിക്ക് എന്തോ ആകാം, എനിക്കെതിരെ ആരും ഇതൊരു കേസൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ധൈര്യത്തിൽ പുള്ളിക്കാരൻ ഹണി റോസിന്റെ അടുത്തും ആ പരിപാടി ചെയ്തു. പിന്നീടും തുടർന്നു. അവർക്കത് അൺകംഫർട്ടബിൾ ആയി, അവർക്കത് താല്പര്യമില്ലാതെയായി. എന്നിട്ടും വീണ്ടും പിന്തുടർന്ന് അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് സഖികെട്ട് കേസ് കൊടുത്തത് എന്നാണ് ഹണി റോസിന്റെ പോസ്റ്റുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നതുകൊണ്ടോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകൾ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പല ഇന്റർവ്യൂസിലും പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെ ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണം നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികമായ സെക്ഷൽ കളേർഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നല്ല അർത്ഥം. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇതിനെതിരെ രാഹുൽ ഈശ്വർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. രാഹുൽ ഈശ്വർ ശരിക്കും 2 വള്ളത്തിൽ കാല് വെച്ച് കവ കീറുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ചെയ്യണം, പക്ഷേ പുള്ളിക്കാരനെ എങ്ങനെ ഊരിയെടുക്കുകയും വേണം. അങ്ങനെ നമുക്കിനി നമ്മുടെ രാഹുൽ ഈശ്വർ ഇപ്പോൾ അരി വിതരണത്തിന് സഹായമായിട്ട് എത്തിയിരിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റ് ഒന്ന് കാണാം. പ്രിയപ്പെട്ട ശ്രീ കുമാരി ഹണി റോസ്, താങ്കളുടെ കലാപ്രവർത്തനങ്ങൾക്കും സിനിമ കരിയറിനും ബഹുമാനം നേരുന്നു. പിന്നെ കുറച്ച് പണ്ടത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളി ചോദിച്ച ചോദ്യത്തിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ട് ശേഷമായിരിക്കും പുള്ളി കാര്യത്തിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാർട്ട് സ്കിപ്പ് ചെയ്യാം. അമ്പലങ്ങളിലും പള്ളികളിലും ഡ്രസ് കോഡ് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിശുദ്ധ വത്തിക്കാനിൽ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ അവിടെയും ഡ്രസ് കോഡ് കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഒരു സ്ത്രീക്കുമെതിരെയുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ പക്ഷേ ഉള്ളി അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ആ വലിയ പക്ഷേ അവിടെ ഇട്ടിരിക്കുന്നത്? താങ്കൾക്കെതിരെയുള്ള വസ്ത്രധാരണത്തിലെ വിമർശനങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് എനിക്ക് നിയന്ത്രണ പ്രശ്നം ഉള്ളത് കൊണ്ടല്ല, പകരം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട്. കുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾ, പ്രായമായവർ, കുടുംബങ്ങൾ എന്നിവ ഉള്ളതുകൊണ്ടാണ് ഹണിയെപ്പോലുള്ള കലാകാരികൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നല്ല മാതൃകകളാകണം. അതോടൊപ്പം ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതിന് ബോച്ചയെ 1 വർഷം ജയിലിലിടണം എന്നുകൂടി താങ്കൾ ചിന്തിക്കണം. ഹണി ഉന്നയിച്ച പോയിന്റ് മുഖ്യമന്ത്രി മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്തു. ലൈംഗിക ചുവയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിരുത്സാഹപ്പെടുത്തണം എന്ന പൊതു നിലപാടിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നു. കൺഗ്രാറ്റ്, സിനിമയിലും ഇത് ബാധകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത്, പുള്ളി ഉദ്ദേശിച്ചത് നമ്മുടെ ലാലേട്ടൻ്റെ മോൺസ്റ്റർ പടത്തിലെ കാര്യങ്ങളൊക്കെയാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ പ്രസ്താവന അനുസരിച്ച് സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ട്. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നത്. പള്ളിയിലും അമ്പലത്തിലും ഡ്രസ് കോഡുണ്ട്. ഈ പൊതുസ്ഥലത്ത് പോകുമ്പോൾ ഉള്ള ഡ്രസ് കോഡ്
ഇതിനെപ്പറ്റി ആരും പൊതുസ്ഥലത്ത് പോകുമ്പോൾ ഇന്ന ഡ്രസ്സുകൾ മാത്രം ധരിക്കാവൂ. ഇത് കുറേയൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ വസ്ത്രധാരണം ശ്രദ്ധിച്ചാൽ സമൂഹത്തിലെ ആരും ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയില്ല എന്നാണ് പറയുന്നത്. വസ്ത്രധാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാകും എന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ സ്ഥിരം വാർത്തകളൊക്കെ കേൾക്കുന്നതാണ്. 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു, 3 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു, പ്രായമായ അമ്മൂമ്മമാരെ വരെ പീഡിപ്പിച്ചു എന്നുള്ള ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ സമൂഹത്തിന് നിരക്കാത്ത വസ്ത്രം ധരിച്ചിട്ടാണോ, അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നത്? ഇതൊന്നും പുള്ളി ആലോചിക്കുന്നില്ല. കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ അവരുടെ ഡ്രസ് കോഡ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ചിലപ്പോൾ എന്താകുമായിരുന്നു, പീഡിപ്പിക്കപ്പെടാതിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയമാവില്ലായിരുന്നു എന്നാണെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ ഈ പരാമർശത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചോ. എന്നാൽ അതോടൊപ്പം ഹണിറോസിന്റെ വിമർശനം പോലെ തന്നെ ഹണിറോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു, പക്വതയില്ലാത്തതാണ്, ആംഗിളിൽ നിന്നുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ള വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. ഫറാഷിബിലെ അടക്കം വിമർശിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഈ ഫറാഷിബിലയുടെ വിമർശനം ഒന്ന് കാണാം ഗൈസ്. സൈബർ ബുള്ളിങ് ഒരു തരത്തിൽ ന്യായീകരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷെയ്മിങ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും അതിനെതിരായി മിസ് ഹണിറോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പക്ഷേ എൻ്റെ മേഖല ഇതായതുകൊണ്ട് ഞാൻ ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു, ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു. അത്രയും നിഷ്കളങ്കമാണെന്ന് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. മിസ് ഹണിറോസ് വളരെ ബുദ്ധിപരമായി മെയിൽ ഗേസിനെയും ഈ നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത് തൻ്റെ വീഡിയോസ് റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകളെ അങ്ങേയറ്റം സെക്സ്വലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും. മിസ് ഹണിറോസിനെ കുറിച്ച് പരസ്യമോ രഹസ്യമോ ഇവർ എന്താണ് കാണിക്കുന്നതെന്ന് എന്തെങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ? ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു, പക്ഷേ അവർ കോൺഷ്യസ് ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. സർവൈവൽ ആണ് അവർക്ക് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇമ്പാക്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻറ്റൻഷൻസ്, റൈറ്റ്? വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തൻ്റെ തന്നെ വീഡിയോസ് റീഷെയർ ചെയ്യുന്ന എന്ത് മാതൃകയാണ് നൽകുന്നത് എന്നിവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹണിറോസിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കാം. ഹണിറോസിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഹണിറോസിൻ്റെ അക്കൗണ്ടുകൾ കിടക്കുന്ന വീഡിയോസും ഫോട്ടോസൊക്കെയാണിത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുമാത്രം ഹണിറോസ് എക്സ്പോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് കുറച്ച് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഹണിറോസിൻ്റെ അക്കൗണ്ടിലെ പോസ്റ്റുകൾ, ഹണിറോസ് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. സ്വന്തം വൾഗറായിട്ടുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മെസ്സേജാണ് നൽകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഫറാഷിബിലയുടെ അക്കൗണ്ട് എടുത്ത് നോക്കാം ഗൈസ്. ഓക്കെ, ഇതുപോലൊരു ഡ്രസ്സ് ഹണിറോസും ധരിച്ചിട്ടുണ്ട്. ഹണിറോസ് ധരിച്ചപ്പോൾ അത് വളരെയധികം എക്സ്പോസിങ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് എക്സ്പോസിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താഴോട്ട് വരട്ടെ. ഓക്കെ, ഹണിറോസ് ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചതായിട്ട് ഞാൻ ഹണിറോസിൻ്റെ അക്കൗണ്ടിൽ കണ്ടു. അത് വൾഗറായിട്ട് എക്സ്പോസ് ചെയ്ത് ഹണിറോസ് തന്നെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഫറാഷിബിലയും വൾഗറായിട്ട് എക്സ്പോസ് ചെയ്ത് ഫറാഷിബിലയുടെ തന്നെ അക്കൗണ്ടിൽ ഷെയർ ചെയ്ത ഫോട്ടോസാണ് ഇതൊക്കെ. വീണ്ടും എന്താണിത്? ഹണിറോസ് ഇതുപോലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടല്ലോ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഗൈസ്. ഹണിറോസ് ഇതുപോലൊരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. എവിടെ? ഹണിറോസ് ഇതുപോലൊരു കാലൊക്കെ കീറിയ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹണിറോസ് വൾഗറായിട്ട് എക്സ്പോസ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഫറാഷിബില അത് വൾഗറായിട്ട് എക്സ്പോസ് ചെയ്തല്ല ഇട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോ ഗഡ്സ് നോ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഇതും സമൂഹത്തിന് എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല ഇതൊക്കെ എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് എനിക്ക് അറിയില്ല. ഫറാഷിബില പറഞ്ഞ പോലെ എന്ത് മാതൃകയാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീണ്ടും നോക്കാം നമുക്ക്. വീണ്ടും ഫറാഷിബിലയുടെ അക്കൗണ്ടിൽ ഇതും എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് എനിക്കറിയില്ല. നോക്കൂ ഗൈസ്, സ്വിം സ്യൂട്ടിൽ ഫറാഷിബില. ഇതുപോലെ സ്വിം സ്യൂട്ടിൽ എക്സ്പോസ് ചെയ്തുള്ള ഫോട്ടോസ് ഒന്നും ഞാൻ ഹണിറോസിന്റെ അക്കൗണ്ടിൽ കണ്ടിട്ടില്ല. ഫറാഷിബില ഇതും കൊണ്ട് സമൂഹത്തിന് എന്ത് മാതൃകയാണ് തരുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു ഇത്. ഫറാഷിബില ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഹണിറോസും അതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഇത് സ്വിം സ്യൂട്ടിലുള്ള ഫോട്ടോസ് ഒന്നും ഞാൻ കുറേ സ്ക്രോൾ ചെയ്ത് നോക്കി, എന്നിട്ട് ഞാൻ കണ്ടില്ല. ഇനി അതിന് താഴെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഹണിറോസിൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ ഫറാഷിബില കൊടുക്കാൻ ഉദ്ദേശിച്ച മാതൃക തന്നെയാവും ഹണിറോസും കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഹണിറോസ് കൊടുക്കാൻ ഉദ്ദേശിച്ച എന്ത് മാതൃകയാണ് ആ മാതൃക തന്നെയാവും ചിലപ്പോൾ ഫറാഷിബില ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോട്ടെ, എന്തെങ്കിലുമൊക്കെ മാതൃക കൊടുക്കട്ടെ. ഓക്കെ, അങ്ങനെ രാഹുൽ ഈശ്വർ കൂട്ടുപിടിച്ച ഫറാഷിബിലയുടെ കഥ അവിടെ കഴിഞ്ഞു. പോട്ടെ, ഫറാഷിബില അവിടെ ഇരുന്നോട്ടെ. നമുക്ക് തിരിച്ച് രാഹുൽ ഈശ്വറിലേക്ക് വരാം. ലാലേട്ടൻ, നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ആദരണീയനായ ലാലേട്ടൻ ഇതേ
സെക്ഷലി കളേർഡ് റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ സാഹചര്യത്തിൽ ഹണി റോസിനോട് പറയുന്നത് വളരെ തിരിച്ചുകൊണ്ട് ഹണി റോസ് കേട്ടോണ്ട് നിൽക്കുകയല്ലേ. അപ്പൊ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ് പലപ്പോഴും സമൂഹത്തിൽ. ഓക്കെ, അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് ലാലേട്ടൻ സിനിമയിൽ ഹണി റോസിനോട് അത് പറഞ്ഞു, അത് കാരണം അപ്പോൾ ഹണി റോസ് അത് ചിരിച്ചുകൊണ്ട് കേട്ട് നിന്നു. അത് എന്നിട്ട് പുറത്ത് വന്ന് ബോച്ചെ അത് പറഞ്ഞപ്പോൾ ഹണി റോസിന് പരാതി ഉണ്ടെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഞാൻ എന്ത് മാനസികാവസ്ഥയിൽ ചിന്തിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമയിലെ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന രീതിയിലാണ് ഡയലോഗുകളും ഇതിൽ ആക്ടേഴ്സ് അഭിനയിക്കുന്നത്. അപ്പോൾ സിനിമയിൽ ഒരു കാര്യം സംഭവിച്ചു, അപ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ല, അതുകൊണ്ട് പുറത്തും നിങ്ങൾ അത് വന്നാൽ പ്രതികരിക്കരുത് എന്നാണോ പറയുന്നത്? ഇപ്പോൾ സിനിമയിൽ ഒരു പെൺകുട്ടി ഒരുത്തൻ കയറി പിടിച്ചു, അപ്പോൾ നായിക അതിനകത്തൊന്നും പ്രതികരിച്ചില്ല. സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെയായിരുന്നു, പ്രതികരിക്കാൻ ഉള്ള അവസരം സ്ക്രിപ്റ്റ് കൊടുക്കുന്നില്ല, അപ്പോൾ നായിക പ്രതികരിച്ചില്ല എന്നും പറഞ്ഞ് പുറത്ത് വന്ന് ഇപ്പോൾ ബൊച്ച കയറി നായിക കയറി പിടിച്ചിട്ട് പറയാം, നീ ആ സിനിമയിലെ നായകൻ കയറി പിടിച്ചപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലല്ലോ, അപ്പോൾ നിന്റെ നാവ് എവിടെ നീ എന്ത് പരാതി കൊടുത്തില്ല, അപ്പോൾ എന്നിട്ട് ഇപ്പം ഞാൻ പിടിച്ചപ്പോൾ എന്തിനാണ് പരാതി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു അഡ്വക്കേറ്റ് ഒക്കെ അല്ലേ ഇയാളാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സിനിമയിൽ അങ്ങനെ നടന്നു, അപ്പോൾ ഹണി റോസ് ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് റിയൽ ലൈഫിൽ നടന്നിപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര പരാതി എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇയാളുടെ വീട്ടിൽ ഇയാൾക്ക് ഭാര്യ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല, ഭാര്യ കാമുകി അല്ലെങ്കിൽ അമ്മ പെങ്ങൾ ആരെങ്കിലും ആണ് ബോച്ച ഇതുപോലെ അഭിസംബോധന ചെയ്തിരുന്നത് എങ്കിൽ ഇയാൾ ഇങ്ങനെ തന്നെ പറയുമോ? സിനിമയിൽ ഒന്നും ഇതൊന്നും നടക്കുന്നുണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് റിയൽ ലൈഫിൽ ബോച്ചെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ ഒരു സീനും ഇല്ല എന്നാണോ ഇയാൾ പറഞ്ഞു തരുന്നത്? അതിനും പാവം ലാലേട്ടൻ്റെ തലയിൽ ലാലേട്ടൻ എന്ത് കഴിച്ചെന്തോ. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പറഞ്ഞാൽ മതി. രാഹുൽ, ഞാൻ ഒരു സെറ്റ് അയച്ചു തരാം, ഒരു 10-60 ഞാൻ അയച്ചു തരാം. ഈ പറഞ്ഞ ബോച്ച പറയുന്ന വൃത്തികെട്ട വാക്കുകൾ, അത് പ്രായഭേദമന്യേ കുട്ടികളോടാവട്ടെ പ്രായമുള്ളവരോടാവട്ടെ, ഈ പറഞ്ഞ ദ്വയാർത്ഥത്തിൽ കിടന്ന് ആറാടുന്ന ബോച്ചയുടെ ഇത് ഞാൻ അയച്ചു തരാം. ഇനി കുന്തിദേവി, ഇയാൾ പറയുന്നുണ്ടല്ലോ എന്താണ് പൗരാണത്തിലെ കുന്തിദേവി അനുസ്മരിച്ചാണെന്ന്. മറ്റൊരു നടിയെ നിർത്തി ഇയാളെ പറ്റി കുന്തിദേവി എന്നല്ല മുന്തിദേവി എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞ് വൃത്തികേട് അയച്ചു തരാം. അങ്ങനെ നിരന്തരം വൃത്തികേട് മാത്രം പറയുന്ന ആൾക്ക് വേണ്ടി വക്കാലത്തെടുക്കല്ലേ രാഹുലെ? അപ്പൊ ഈ മുന്തി ദേവി എന്ന് വിളിച്ചതിനെ പറ്റി രാഹുൽ ഈശ്വരൻ എന്താണ് പറയാനുള്ളത്? നിന്നു കൊടുക്കരുത് ഹണി റോസ് എന്നുകൂടിയാണ് പറയുന്നത്. അതായത് രാഹുൽ എന്തോ പറയുന്നേ, രാഹുൽ എന്തോ പറയുന്നത്? ഈ പറയുന്ന ഹണി റോസ് നിയമവിരുദ്ധമായ വസ്ത്രം ധരിച്ച് എവിടെ എങ്ങനെ നിന്നു എന്തോ ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാണിക്കാവോ? ഹാഷ്മിക്ക് ഹണി റോസിന്റെ ഡ്രസ്സ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണണം. താങ്കൾ ഡോക്ടറെ പോയി കാണൂലേ രാഹുലെ? താങ്കൾ ഡോക്ടറെ പോയി കാണണ്ടേ? ഹണി റോസിന്റെ വസ്ത്രം കാണുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പരിഭ്രാന്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ താങ്കൾ ആ ഡോക്ടറെ പോയി കാണണ്ടേ? എന്റെ മനോനിലയ്ക്ക് ഒരു പ്രശ്നവും. എന്റെ പൊന്നു രാഹുൽ, താങ്കൾ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? എന്റെ പൊന്നു രാഹുലെ, താങ്കൾ ആ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? ആ കടലിലേക്ക് എടുത്ത് ആത്മഹത്യ ചെയ്യും. ശരീരത്തിലെ ചില ഭാഗങ്ങൾ അമിതമായി പ്രദർശിപ്പിക്കുന്നതാണ്. ഞാനാ പറയുന്നത്, ആ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? ഞങ്ങൾ സാധാരണക്കാരാണ്. ഹാഷ്മി ഒരു പക്ഷേ മറ്റേ സിദ്ധനായിരിക്കും, ഹാഷ്മി യോഗി ആയിരിക്കും. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട്. ഒരു സാധാരണക്കാർക്കും തോന്നാറില്ല, ഒരു സാധാരണക്കാർക്കും തോന്നാറില്ല രാഹുൽ. അതെന്തോ പ്രശ്നമാണ്, അതെന്തോ ആരോഗ്യ പ്രശ്നമാണ്, അതെന്തോ മനോനില പ്രശ്നമാണ്. ചികിത്സിക്കണം രാഹുൽ, അത് ചികിത്സിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഹണി റോസിന്റെ വസ്ത്രദാനം കണ്ടാൽ സാധാരണക്കാർക്ക് തോന്നും, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞെന്നിരിക്കും, അപ്പോൾ അതും കേട്ട് മിണ്ടാണ്ടിരിക്കണം എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത്. സ്ത്രീകൾ നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ, തുറന്നു കാടുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ എക്സ്പോസിങ് ആയിട്ടൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചു കഴിയുമ്പോൾ ആളുകളൊക്കെ നോക്കി അത് അഡ്മയർ ചെയ്യുക. നല്ല രീതിയിൽ അഡ്മയർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് കണ്ടിട്ട് എന്താണ്, തനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കമന്റ് ബോക്സിൽ പോയി ഇങ്ങനെ കൊണയടിച്ചോണ്ടിരിക്കുക, അവരെ പിന്തുടർന്ന് അത് ഇതും പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മാഷിന്റെ മതസൗഹാർദ്ദവും ഗാന്ധിയും കേൾക്കാന്ന് പറഞ്ഞാണ് ആൾക്കാർ ഓടിക്കൂടുന്നത്. ആരെയാ കണ്ണടച്ച് പറ്റിക്കുന്നത്? അപ്പൊ ഓടിക്കൂടുന്നത് ഹണി റോസിന്റെ കുറ്റമാണോ? സാറേ, ഓടിക്കൂടുന്നവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവര് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ എന്തോ കണ്ടങ്ങ് പരിഭ്രാന്തരാൻ വരുന്നതാണെങ്കിൽ ഹണിയുടെ കുറ്റമാണോ അവരുടെ കുറ്റമാണോ? അല്ല, ഹണിയുടെ മണ്ടയ്ക്ക് വെക്കണോ കുറ്റമെല്ലാം കൂടെ? എന്ത് സാധാരണക്കാര്? ഏത് സാധാരണക്കാര്? സണ്ണി ലിയോൺ വന്നപ്പം കൊച്ചി ആൾക്കാർ ഓടിക്കൂടിയത് സണ്ണി ലിയോൺ വേദാന്തം പറയുമെന്ന് വിചാരിച്ചിട്ടാണോ? സത്യസന്ധമായ കാര്യങ്ങൾ കാണണ്ടേ? സ്ത്രീ സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ ഒഴിക്കരുത്. സ്ത്രീ ശരീരത്തെ സെക്ഷുവലൈസ് ചെയ്യുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാരും ഈ തരത്തിലൊന്നും വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നാണ് രാഹുൽ പറഞ്ഞു വന്നത്. എനിക്ക് മനസ്സിലാവാതെ, ഇയാൾ പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയല്ലേ? പുള്ളി നേരത്തെ പറഞ്ഞ എന്താണ്, ഹാഷ്മിക്കൊന്നും തോന്നില്ല, ഞങ്ങളൊക്കെ സാധാരണ
ആൾക്കാരാണ് ഞങ്ങൾക്ക് തോന്നുമെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി നേരത്തെ ഏതോ കമന്റിലൊക്കെ കേട്ടിട്ടുണ്ട്, പുള്ളി എന്തോ വത്തിക്കാനിലൊക്കെ പോയിട്ടുണ്ട്, അവിടെ ഡ്രസ് കോഡ് ഉണ്ട്, ഇവിടെ ഡ്രസ് കോഡ് ഉണ്ട്, പുള്ളി കുറെ രാജ്യങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്ന് ഞാൻ അസ്യൂം. പുള്ളി എങ്ങനെയാണ് ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ട് അവിടുത്തെ ആളുകളുടെ അടുത്ത് എങ്ങനെയാണ് പുള്ളി കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പുള്ളി കണ്ണടച്ചാതെ ട്രാവൽ ചെയ്യുന്നത്. ഈ രാഹുൽ ഈശ്വർ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, പുറത്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താകും എന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അതെല്ലാം ആ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, കുട്ടികളെയും പലതരത്തിലുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ, പലതരത്തിലുണ്ട്, പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, ഇവർക്കെല്ലാം സീനാവും, ഹണി റോസ് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ സീനാവും എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ സീക്രട്ട് ഏജന്റ് പുള്ളിയുടെ വീഡിയോയിൽ കാണിച്ച രാഹുൽ ഈശ്വറിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. മലയാളി ഹൗസിൽ പോയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണിച്ച രാഹുൽ ഈശ്വറിന് എന്ത് ധാർമ്മികതയുണ്ട് ഇവിടെ ഇതിനെതിരെ സംസാരിക്കുവാൻ? ആ വിമർശനം പൂർണ്ണമായും എന്തായാലും മറൈൻ ഡ്രൈവിൽ മലയാളി ഹൗസിനുള്ളിൽ നടന്നതിനേക്കാൾ കൂടുതലൊന്നും മറൈൻ ഡ്രൈവിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിൽ സദാചാര കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ തന്നെ സ്വന്തമായി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ആ വാദം വീക്കായി. കേരളത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് അധികമായി പോയി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ എടുത്തതാണ്. പലരും വെളിയിൽ വന്നിട്ടില്ല കാര്യം. അല്ല, പക്ഷേ വെളിയിൽ നോർത്ത് ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തില് പുള്ളി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ആൾക്കാർ കാണുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നത്. പുള്ളിക്ക് വെളിയില്ലാത്ത അത്ര ബോധമില്ലാത്ത പൊട്ടറൊന്നും അല്ലല്ലോ. മലയാളി ദിവസം എന്ന പ്രോഗ്രാം റിയാലിറ്റി ഷോ ആണ്, അത് ക്യാമറകളൊക്കെ ഉണ്ട്, അത് പുറത്ത് പോകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ പുള്ളി കുത്തിമറിയലൊക്കെ അവിടെ നടത്തിയത്. അപ്പോൾ പുള്ളി പറയുന്നത് നോർത്ത് ഇന്ത്യൻ പരിപ്രേക്ഷമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ, എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യക്കാർ ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ കേരളത്തിലുള്ളവർ ചെയ്താൽ കുഴപ്പമാണ് എന്നാണെന്ന് തോന്നുന്നു പുള്ളി ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ പുള്ളിക്ക് കേരളത്തിലുള്ളവർ എക്സ്പോസ് ചെയ്താലേ കുഴപ്പമുള്ളൂ, കേരളത്തിന് പുറത്തോട്ട് പോയി നോർത്ത് ഇന്ത്യൻ പരിപ്രേക്ഷത്തിൽ ആളുകൾ ഡ്രസ്സ് ചെയ്താൽ ചിലപ്പോൾ കുഴപ്പം കാണില്ല, യൂറോപ്യൻ പരിപ്രേക്ഷത്തിലും ആളുകൾ ഡ്രസ്സ് ചെയ്താൽ കുഴപ്പം കാണില്ല. കേരളത്തിന്റെ പരിപ്രേക്ഷ്യം അനുസരിച്ച് ആളുകൾ ഇങ്ങനെയൊന്നും ഡ്രസ് ചെയ്യാൻ പാടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അമ്പലത്തിലൊക്കെ ഡ്രസ് കോഡ് ഉണ്ട്. കേരള പരിപ്രേക്ഷ്യത്തിന്റെ ഡ്രസ് കോഡ് പുള്ളി എനിക്ക് തോന്നുന്നു അമ്പലത്തിലെ ഡ്രസ് കോഡൊക്കെ വെച്ചായിരിക്കും അളക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊന്നും അമ്പലം കാണൂല, അവിടുത്തെ ആൾക്കാർക്ക് അമ്പലത്തിൽ പോകാൻ ഡ്രസ് കോഡും കാണൂല. അതുകൊണ്ടാവും അവർക്ക് ഏത് രീതിയിലും ഡ്രസ് ചെയ്യാം. കുറച്ച് എക്സ്പോസ് ചെയ്ത് ഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വറിന് ഒന്നും തോന്നില്ല. അവിടുത്തെ പരിപ്രേക്ഷ്യം വേറെയാണെന്ന് തോന്നുന്നു. ഓക്കെ, കേരളത്തിന്റെ പരിപ്രേക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഗൈസ്. പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് അമ്പലത്തിൽ പോയിരുന്നത്, പണ്ടുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ എങ്ങനെയാണ് അമ്പലത്തിൽ പോയിരുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് കുറച്ച് പുറമോട്ട് പോയി നോക്കിയാലോ. മുലക്കച്ച എന്നൊരു സാധനമുണ്ട്. ആ സാധനം ധരിച്ചുകൊണ്ടാണ് പണ്ടുള്ള സ്ത്രീകളൊക്കെ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അമ്പലങ്ങളിൽ പോകാറുണ്ടായിരുന്നു. ഈ മുലക്കച്ച എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ദാ ഇങ്ങനെയൊക്കെയാണ് മുലക്കച്ച ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് മുലക്കച്ച ഇരിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കേരള പരിപ്രേക്ഷ്യം വെച്ച് നോക്കുകയാണെങ്കിൽ മുലക്കച്ചയും അതിനകത്ത് എക്സ്പോസ് ആവുന്നതൊന്നും വലിയ സീനില്ല എന്ന് തോന്നുന്നു. രാഹുൽ ഈശ്വർ ഇതൊന്നും കണ്ടിട്ടില്ലേ, അതോ ഇതൊക്കെ ഓൾഡ് കേരള പരിപ്രേക്ഷ്യമാണോ, ഇനി രാഹുൽ ഈശ്വർ പുതിയ കേരള പരിപ്രേക്ഷ്യം എവിടെയെങ്കിലും വായിച്ചു കാണും, അതിനകത്ത് മുലക്കച്ചൊന്നും അനുവദനീയമായിരിക്കില്ല. പിന്നെ മണ്ണാറശാല എന്നൊരു അമ്പലമുണ്ട്. അവിടെ അമ്പലത്തിനകത്ത് ലൈക്ക് ഉമാദേവി അമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവര് അമ്പലത്തിനകത്ത് ഇങ്ങനൊരു ശ്രീകോലിനകത്തൊക്കെ അവര് ഇരിക്കുന്നതാണ്. അതിന്റെ പ്രോപ്പർ പുറകിലോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഐതിഹ്യം കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഉമാദേവി അന്തർജൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവര് ആ അമ്പലത്തിനുള്ളിൽ ഇരിക്കുന്നത് ഈ മുലക്കച്ച കെട്ടിയിട്ടാണ് ഗൈസ്. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവര് ആക്ച്വലി ഇവർ മരിച്ചു പോയതാണ്. വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ അവരുടെ ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് എടുത്ത് കാണിക്കുകയാണ്. ഓക്കെ, അമ്പലം റിലേറ്റഡ് ചടങ്ങുകളിലും കാര്യങ്ങളിലും എല്ലാം ഈ ഉമാദേവി അന്തർജനം വന്നിട്ടുള്ളത് മുലക്കച്ച കെട്ടി തന്നെയാണ്. മുലക്കച്ച കെട്ടിയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം എക്സ്പോസിംഗ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഈ മുലക്കച്ച എന്ന് പറയുന്നത്. ഈ കേരള പരിപ്രേക്ഷ്യത്തിൽ പെടുന്നതല്ലേ ഇതൊക്കെ എന്ന് ഞാൻ രാഹുൽ ഈശ്വറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ മണ്ണാറശാല അമ്പലത്തിലൊക്കെ പോയി, അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ രാഹുൽ ഈശ്വരൊക്കെ ഈ അമ്പലം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മനോനില എന്താവും? ഇങ്ങനെ മുലക്കച്ചൊക്കെ കെട്ടി ഒരാൾ അമ്പലത്തിനുള്ളിൽ ഇരിക്കുന്നത് രാഹുൽ ഈശ്വർ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ കമന്റ് ഇടുന്നവരോ ഇങ്ങനെ പറയാൻ മുട്ടി നിൽക്കുന്നവരോ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെങ്ങാണ് ഈ അമ്പലത്തിൽ പോയി ചെന്ന് പെട്ട് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ ഇതുപോലെ ഹണി റോസ് ഡ്രസ് ചെയ്ത് ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ കുരുപൊട്ടുന്ന ആളുകൾ വല്ലതും ഈ അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താകും, ലൈക്ക് അവിടെ ഇരിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താകും എന്ന് ഞാൻ ഭയപ്പെടുന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇങ്ങനെ രാഹുൽ ഈശ്വറിനെയും ഇങ്ങനെയുള്ള ആരെയും ഈ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ അമ്പലത്തിലുള്ളവർക്ക് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ അന്തസ്സും ഡ്രസ് കോഡൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ കേരള പരിപ്രേക്ഷ്യം
പണ്ടത്തെ പരിപ്രശ്നത്തിൽ മുലക്കച്ച കെട്ടായിരുന്നു. അത് അവർ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ കയ്യിലുള്ള പുതിയ പരിപ്രേക്ഷ്യം ആ റൂൾ ബുക്കും സമൂഹത്തിൽ ഇടണ്ട, അമ്പലത്തിൽ ഇടണ്ട, ഡ്രസ് കോഡ് എല്ലാം അടങ്ങിയ റൂൾ ബുക്ക് എന്ത് ചെയ്യുക, അമ്പല കമ്മിറ്റിക്കാർക്ക് അയച്ചു കൊടുക്കുക. അവരത് കണ്ട് എത്രയും വേഗം മാറ്റങ്ങൾ വരുത്തട്ടെ. അതിനുശേഷം മാത്രം രാഹുൽ ഈശ്വറിനെയും ബാക്കിയുള്ള പരിവാരങ്ങളെയും അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുക എന്ന് ആണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് എന്തൊക്കെയല്ലേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഗൈസ്. ഈ വീഡിയോ ഇത്ര മതിയല്ലേ. ഞാൻ പോയിട്ട് രാഹുൽ ഈശ്വർ പുതിയ വെറൈറ്റി അരികൾ വല്ല ബസ്മതി റൈസോ മട്ട അരിയോ എന്തെങ്കിലും പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.